നമ്മൾ നാട്ടിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നുണ്ടാവുക നമ്മുടെ പാരൻസിനെയും അല്ലെങ്കിൽ നമുക്ക് കൂടുതൽ ക്ലോസ് ആയിട്ടുള്ള കുറച്ച് ആളുകളൊക്കെ ആയിരിക്കും. എന്തായാലും ഇപ്രാവശ്യം ഇതിനിവിടെ ഒരാഴ്ച നമുക്ക് ഇവിടെ ക്ലാസ് ഒന്നും ഇല്ലാതെ കിട്ടിയ കാരണം കുറച്ച് ദിവസം ഫ്രീ ആയി കിട്ടിയപ്പോൾ അനിയത്തിയുടെ വീട്ടിലേക്ക് പോയി. അപ്പോൾ അവിടെയാണെങ്കിൽ അപ്പച്ചനും അമ്മയൊക്കെ വന്നിട്ടുള്ള കാരണം നമുക്ക് നാട്ടിൽ പോകുന്ന അതേ ഒരു സെയിം വൈബ് തന്നെയായിരുന്നു എല്ലാവരും കൂടി ഇവിടെ കൂടിയപ്പോൾ. ഇനി കുട്ടികൾക്കാണെങ്കിലും ഇവിടെ നമ്മൾ ഒറ്റയ്ക്ക് നിൽക്കുകയാണെങ്കിൽ അവർ ഫുൾ ടൈം ടിവിയുടെ മുമ്പിലായിരിക്കും. ഇപ്പം എല്ലാവരും കൂടിയ കാരണം അവിടെയും രണ്ടുപേര് അവർക്ക് കളിക്കാൻ ഫ്രണ്ട്സൊക്കെ ഉള്ള കാരണം എല്ലാവരും നല്ല ഹാപ്പി ആയിരുന്നു. വേണമെങ്കിൽ നമുക്കും ഒരാഴ്ച വെക്കേഷൻ ആണെന്ന് പറയാം. കാരണം ഇവിടെ അപ്പച്ചനമ്മയും എല്ലാവരും ഉള്ള കാരണം നമുക്ക് കുക്കിംഗ് പരിപാടികളോ അങ്ങനെ വേറെ ഒന്നുമില്ല. നമ്മളും കുറച്ച് റെസ്റ്റ് തന്നെയാണ്. ഏറ്റവും വലിയൊരു സമാധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ എണിക്കേണ്ട ആവശ്യമില്ല. നമുക്കിവിടെ ക്ലാസ്സുള്ള സമയത്താണെങ്കിൽ ഇത്ര നേരം ഒന്നും കിടന്നുറങ്ങാനായിട്ട് പറ്റില്ലല്ലോ. അങ്ങനെ ഇന്നത്തെ നമ്മുടെ സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റും ചായയൊക്കെ കുടിച്ചതിന് ശേഷം പിന്നെ നമ്മൾ ദുബായ് പള്ളിയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അവിടെയാണെങ്കിൽ ഉച്ചയ്ക്ക് 12:30 എന്നറിയില്ല. അവിടെ എല്ലാ ദിവസവും കുർബാനയുണ്ട്. അപ്പോൾ നമ്മൾ കുർബാനയ്ക്കായിട്ടുള്ള ഒരു സമയത്താണ് നമ്മൾ പോയത്. പിന്നെ നമ്മൾ പോയത് ആ ഒരു ടൈം ആയതുകൊണ്ട് തന്നെ പള്ളിയിൽ അത്ര വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ കുട്ടികൾ ഇത്ര പേരുള്ള കാരണം ബേബീസ് റൂമിലാണ് ഇരുന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ കുർബാനയൊക്കെ കണ്ടതിന് ശേഷം പിന്നെ തൊട്ടടുത്ത് തന്നെയാണല്ലോ കരാമയിൽ ഇഷ്ടം പോലെ നമുക്ക് റെസ്റ്റോറൻ്റ് ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഉച്ചയിലത്തെ ഫുഡൊക്കെ നമ്മൾ കഴിച്ചതിന് ശേഷമാണ് പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയത്.